നല്ല വിശപ്പുണ്ട്. ഫുഡ് കഴിക്കാൻ പോകാം നമുക്ക്. ഫുഡിന് ഞാൻ സ്പെഷ്യലായിട്ട് ഒരു സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണെന്ന് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. വിഭു ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തേക്കണം, മറക്കല്ല. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അൽക്കുസ് മാളിനകത്തുള്ള ഹയ റെസ്റ്റോറൻറ്റിലേക്കാണ്. അവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഫുഡ് പരിചയപ്പെടുത്താനാണ്. ഹയ റെസ്റ്റോറൻറ്റിലെ ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് ആണ് കേട്ടോ മിസ്റ്റർ ഒസാമ. അവൻ ആദ്യം പറഞ്ഞിരുന്നു ഫുഡ് ഇട്ട് വരുമ്പോൾ സ്ലോ മോഷനിൽ വരണമെന്ന്. മാക്സിമം സ്ലോ മോഷനിൽ ഇട്ടിട്ട് തന്നെ ഒസാമയ്ക്ക് ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ സീൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, അവൻ്റെ കയ്യിലിതേ ഈ വന്നിരിക്കുന്ന സാധനം എന്താണെന്നറിയോ? ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള സാമ്പാർ കുടുക്ക. ഇതിൻ്റെ പ്രത്യേകതകൾ: 1, ഇതിൽ പപ്പടമുണ്ട്; 2, ഓംലെറ്റ് ഉണ്ട്; 3, ചിക്കൻ ഫ്രൈ ഉണ്ട്; അതിലുപരി മോര് കറിയുണ്ട് മക്കളെ. മോര് കറി, സാമ്പാർ, പിന്നെ കുറച്ച് സൈഡ് ഡിഷ്, പിന്നെ റൈസ് കേട്ടോ, അത് പറയാൻ മറന്നു. ചോറില്ലാതെ നമ്മുടെ മലയാളികൾക്ക് എന്ത് ആഘോഷം അല്ലേ? ഇതെല്ലാം കൂട്ടി കുഴച്ചിട്ട് ഇതാ ഇങ്ങനെ ഒരു പിടി പിടിക്കണം. എക്സ്പ്രഷൻ പിന്നെ ഞാൻ മിടുക്കനാണല്ലോ. ആക്ച്വലി ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പറാണ്. പിന്നെ അവിടെ ഞാൻ 2-3 പേര് ഈ പ്ലേറ്റിലേക്കൊക്കെ ആക്കിയിട്ട് കഴിക്കുന്നത് കണ്ടു. പക്ഷേ എനിക്ക് അതിനോട് തീരെ ഒരു താല്പര്യമില്ല. എനിക്ക് ഈ കുടുക്കലെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പപ്പടമൊക്കെ പൊടിച്ചിട്ട് ഇങ്ങനെ പപ്പടം കുറയ്ക്കണം. സത്യല്ലേ, നമുക്കിങ്ങനെ ഇത് ഈ ചോറ് ഇങ്ങനെ കൂട്ടി കുഴച്ച് അതിലേക്ക് കുറച്ച് മോര് കറി, സാമ്പാർ, പപ്പടം, ഓംലെറ്റ് ഉണ്ട്, ചിക്കൻ ഫ്രൈ 2 പീസസ് ഉണ്ട്. ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ ഉള്ള ആ ഒരു സുഖം വേറെ ഒന്നിനും കിട്ടുന്നില്ല. സാമ്പാർ കൊടുക്കാം, എല്ലാം ഉണ്ട്. വിലയോ തുച്ഛം, ഗുണമോ മെച്ചം എന്ന് പറഞ്ഞ ആരോ പറഞ്ഞ പോലെ. സോ അങ്ങനെ ഫുഡും കഴിച്ച് മനസ്സും വയറും നിറഞ്ഞു. ബിഗ് സ്ക്രീനിൽ എൻ്റെ വീഡിയോ കാണണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. എന്നാലും കുഴപ്പമില്ല, ജ്വല്ലറിയുടെ സ്ക്രീനിലും കണ്ടല്ലോ, സന്തോഷം.